ശ്രീ കെ വി എസ് ഹരിദാസ് അല്പം മുമ്പ് കെ മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് തൃശ്ശൂരിൽ എനിക്ക് 2 ദൗത്യങ്ങളാണുള്ളത്. ഒന്ന് ജയിക്കുക, 2 BJPയെ 3-ാം സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ VS സുനിൽകുമാർ വേഴ്സസ് കെ മുരളീധരൻ എന്ന നിലയിലേക്ക് മത്സരം മാറിയോ ശ്രീ കെ വി എസ്? അല്ല നികേഷേ, ഞാനിപ്പോ അനിലക്കരയും അനിലും പറഞ്ഞ വാദഗതികൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ കെ മുരളീധരൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് വന്ന് ബലിയാടായതാണ്. അന്ന് BJPയെ തോപ്പിക്കാൻ മാർക്സിസ്റ്റുകാരുടെ അച്ചാരം വാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം നേമത്ത് വന്ന് മത്സരിച്ചത്. എത്ര വോട്ട് കിട്ടി മുരളീധരൻ എന്നുള്ളത് വേറൊരു ചോദ്യം. 3-ാം സ്ഥാനത്ത് പോയി. ഇത്തവണ CPM-ഉമായിട്ട് മറ്റൊരു ധാരണയുണ്ടാക്കി വടകര സീറ്റിൽ അവരെ ജയിപ്പിക്കാൻ വേണ്ടുന്ന ഒത്താശ ചെയ്തുകൊണ്ട് അങ്ങേര് തൃശ്ശൂർക്ക് വന്നിരിക്കുക. ഇപ്പോൾ നേരത്തെ അനിലക്കര തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ, പ്രതാപൻ അവിടെ ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയായിരുന്നു. അതിനുള്ള പ്രാഗൽഭ്യമുണ്ട്. നിങ്ങളുടെ സർവേയിലും അത് തന്നെയാണ് കണ്ടെത്തിയതെന്നും പറയുന്നു. അങ്ങനെയുള്ള പ്രതാപനെ മാറ്റിയിട്ട് ഈ എന്തിനാ തൃശ്ശൂർക്ക് വരുന്നത്? അത് CPM-ആയിട്ടുള്ള ധാരണയല്ലെങ്കിൽ കഴിഞ്ഞ തവണ CPM-ൽ നിന്ന് പിടിച്ചു വാങ്ങിയ സീറ്റാണ്, അല്ലെങ്കിൽ CPM-നെ തോപ്പിച്ച സീറ്റാണ്. കുറെ നാളായിട്ട് UDF-ന്റെ കയ്യിലിരിക്കുന്ന സീറ്റാ വടകരയിൽ. അവിടെ ഇപ്പൊ ഇവർ കൊണ്ട് നിർത്തിയിട്ടുള്ളത് ആരെയാ? ഷാഫി പറമ്പിലിനെ. നികേഷ്, വടകരയുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കൂ. 60കൾ മുതൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വടകര ജയിച്ചിട്ടുണ്ടോ? ചിലരൊക്കെ മത്സരിച്ചിട്ടുണ്ട്, പഴയ ഷംസീറും ഒക്കെ മത്സരിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ജയിച്ചിട്ടില്ലാത്ത, അടുത്ത കാലത്തൊന്നും ജയിച്ചിട്ടില്ലാത്ത വടകരയിലേക്ക് ഷാഫി പറമ്പിലിനെ കൊണ്ട് നിർത്തിയിട്ട് മുരളീധരൻ തൃശ്ശൂർക്ക് ചേക്കേറിയത് BJP തോപ്പിക്കാൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും. പക്ഷെ തോക്കാൻ പോകുന്നത്, 3-ാം സ്ഥാനത്ത് എത്താൻ പോകുന്നത് മുരളീധരൻ തന്നെയായിരിക്കും. പ്രതാപന് കിട്ടിയ വോട്ട് പോലും അവിടെ മുരളിക്ക് കിട്ടൂല. പണ്ട് മുരളിക്ക് ചില അനുഭവങ്ങളുണ്ട് തൃശ്ശൂര്, കരുണാകരനുണ്ട് തൃശ്ശൂർ ചില അനുഭവങ്ങൾ. അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. അതൊന്നും മറന്നുകൂടാ ഇവര്. എന്നിട്ട് ഇപ്പൊ BJPയെ തോപ്പിക്കാൻ CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ട് നേമത്ത് നിന്നതുപോലെ തൃശ്ശൂർ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ചരിത്രം നമുക്ക് കാണാം. പ്രചരണം തുടങ്ങുന്നേ ഉള്ളൂ. തൃശ്ശൂരിലെ ജാതി പറയട്ടെ നോക്കൂ, TN പ്രതാപനേക്കാൾ കൂടുതൽ സുരേഷ് ഗോപിയെ പ്രതിരോധിക്കാൻ കഴിയുക തൃശ്ശൂർക്കാരനായിട്ടുള്ള കെ കരുണാകരൻ്റെ മകനായിട്ടുള്ള മുരളീധരനാണ് എന്നത് തർക്കമറ്റ വിഷയമല്ലേ ശ്രീ കെ വി എസ് ഹരിദാസ്? നിങ്ങൾക്ക് TN പ്രതാപനാകുമായിരുന്നു എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലുള്ള ഒരു ജാതി മത രാഷ്ട്രീയം അവിടെ പ്രയോഗിക്കാൻ കഴിയുമായിരുന്നു. ഇനി കഴിയില്ല. അല്ല നികേഷേ, ഇതേ തൃശ്ശൂർ കരുണാകരൻ തോറ്റിട്ടുണ്ട്, മുരളീധരനും തിരിച്ചടി കിട്ടിയിട്ടില്ലേ? വടക്കാഞ്ചേരിയിൽ തോറ്റിട്ടില്ലേ? ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമല്ലേ? അങ്ങനെ ഒരു മാഹാത്മ്യമൊന്നും മുരളീധരന് തൃശ്ശൂരില്ല. കരുണാകരന്റെ തറവാടായിരുന്നു തൃശ്ശൂരെങ്കിൽ കരുണാകരന് തൃശ്ശൂരിൽ ഒരു ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധമൊന്നും മുരളീധരൻ അവിടെ ഇല്ല. അതിന്റെ പേരിൽ 4 വോട്ട് കിട്ടാനും പോകുന്നില്ല. ഒരു സംശയം വേണ്ട ആ കാര്യത്തിൽ. അതുകൊണ്ട് BJPയെ തോപ്പിക്കാനുള്ള ഒരു അച്ചാരവുമായിട്ട് വടകരയിൽ നിന്ന് CPM-ഉമായിട്ട് ധാരണയുണ്ടാക്കി അദ്ദേഹം തൃശ്ശൂർക്ക് വന്നിരിക്കുക. അത്രയേ ഉള്ളൂ അതിനകത്ത്. അത് നിയമത്തേക്ക് പണ്ട് മുരളീധരൻ പോയതിന്റെ സമാനമാണ് ഈ സംഭവം. നിങ്ങൾ മുരളീധരനെ ഹിറ്റ് ചെയ്യുന്നതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്, വായിച്ചെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രീ കെ വി എസ് ഹരിദാസ്, മുരളി തൃശ്ശൂരിൽ വന്ന് നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ ഒരു വർഷം മുമ്പേ സ്ഥാനാർത്ഥി ഏതാണ്ട് തത്വത്തിൽ തീരുമാനിച്ച് ഇലക്ഷൻ ക്യാമ്പയിനുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. അവിടെ ഒരു വർഷം മുമ്പേ ഞങ്ങൾ കയറേണ്ട മലകൾ മുഴുവൻ ഞങ്ങൾ കയറി കഴിച്ചിട്ടുണ്ട് തൃശ്ശൂര്. ഇനിയിപ്പോ ഇതിന്റെ പിന്നാലെ വരട്ടെ മുരളീധരൻ, ഞങ്ങൾ കാണാം. ഞങ്ങൾക്കൊരു പേടിയില്ല അവിടെ. ഞങ്ങൾ അവിടെ 1-ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളതെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. ഇല്ല എന്ന് നിങ്ങൾക്കൊക്കെ പറയുമായിരിക്കും, നിങ്ങളൊക്കെ പ്രചരിപ്പിക്കുമായിരിക്കും. മുന്നിൽ നിന്നോ പിന്നിൽ നിന്നോ അതിനെ തകർക്കാൻ
അത് നികേഷിന് മനസ്സിലാവും, കുറച്ച് ദിവസം കൂടി കഴിയട്ടെ. നികേഷിന് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. കാരണം നികേഷ് ഒരു മാധ്യമപ്രവർത്തകൻ മാത്രമായിട്ടല്ല പലപ്പോഴും പെരുമാറുന്നത്. അതുകൊണ്ടേ ഉള്ളൂ. ആ ആക്ഷേപം നമ്മൾ തമ്മിലുള്ളതാ. അല്ലാതെ തൃശ്ശൂര് രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്ക്, BJPയുടെ സംഘടനാ ശേഷി മനസ്സിലാകുന്നവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ വടകരയെ കുറിച്ച് പറഞ്ഞത് വ്യക്തമാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. വടകരയിൽ നികേഷേ, നിങ്ങൾ മലബാറിലെ രാഷ്ട്രീയമൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടില്ലേ? അടുത്ത കാലത്തെങ്ങാനും UDF ഒരു മുസ്ലിം സ്ഥാനാർത്ഥി അവിടെ നിർത്തിയിട്ടുണ്ടോ? ഇല്ല. മുസ്ലിം സ്ഥാനാർത്ഥികൾ വടകരയിൽ നിന്ന് ജയിച്ചിട്ടുമില്ല. ആ പാവം ഷാഫി പറമ്പിലിനെ അവിടെ കൊണ്ടുപോയിട്ട് ബലിയാടാക്കുക ചെയ്തിരിക്കുന്ന ഇവർക്കൊരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താൻ വേണം. അതിനു വേണ്ടിയിട്ട് ആ ചെറുപ്പക്കാരനായ പാലക്കാട് ജയിച്ച ഷാഫി പറമ്പിലിനെ കൊണ്ട് വടകരയെ കൊണ്ട് ബലിയാടാക്കുക, അത് ശൈലജ ടീച്ചറെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൂടിയാ. അത്രേ ഞങ്ങൾക്കുള്ള ആക്ഷേപമുള്ളൂ. ഈ രണ്ടും, ശൈലജ ടീച്ചറെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഷാഫി പറമ്പലിനെ സ്ഥാനാർത്ഥിയാക്കിയത്, മുരളീധരനെ അവിടുന്ന് മാറ്റിയതും അതിനുവേണ്ടി തന്നെയാണ്. അത്രയേ ഉള്ളൂ ഇതിനകത്ത് രാഷ്ട്രീയം. അതല്ലാതെ ഈ കോൺഗ്രസുകാരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഒരു പുതുമയുമില്ല. Debate with MV Nikesh Kumar.